മറ്റുള്ളവരുടെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുൻവിധിയോടെ കാണാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായ ഒന്ന്. മുൻവിധി എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ അയാളുമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ജഡ്ജ്മെൻറ്റ് ബിക്കംസ് റോങ് മോസ്റ്റ് ഓഫ് ദ ടൈം. അതാണ് മുൻവിധിയെ കൊണ്ട് നമ്മൾ ഒരാളെ നിർണ്ണയിക്കരുത് എന്നർത്ഥം. പിന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ മനസ്സിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ഇതാണ് എൻ്റെ മനസ്സ് എന്നൊരു വ്യക്തിബോധം നമുക്കുണ്ടാവും. അതായത് വ്യക്തിപരമായി ഇതാണ് എൻ്റെ മനസ്സ് എന്ന്. അപ്പോൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. പലതും മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാറ്റങ്ങളിലൂടെ നമ്മൾ മാറണം, ലോകത്തോട് നമ്മൾ യോജിച്ച് പോകണം എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതായി തീരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വിജയങ്ങൾ. നമ്മുടെ വിജയങ്ങളുടെ പിന്നിലെല്ലാം ഒരു ഫോക്കസ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു ആസൂത്രണമുണ്ട്. അതായത് നമ്മൾ മുൻകരുതലോടെ ആസൂത്രണം ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതിയെ നമ്മൾ വിചാരിച്ച പോലെ നേടിയെടുക്കാൻ പദ്ധതിയും ആസൂത്രണവും വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ ആസൂത്രണവുമില്ലാതെ പദ്ധതികൾ ഇല്ല. പിന്നെ അതിനോട് നമ്മൾ അത്രത്തോളം ശ്രദ്ധാലുക്കളായി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ വിജയങ്ങളുടെ പിന്നിലും ആസൂത്രണവുമുണ്ട്, പദ്ധതിയുമുണ്ട്, അതുപോലെ തന്നെ ഒരു ശ്രദ്ധാ മനോബുദ്ധിയുമുണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പദ്ധതിയെ വിജയിപ്പിക്കാൻ പറ്റുമോ. അതായത് പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ധ്യാനത്തോടെ, ഫോക്കസ്ഡോടെ, ആസൂത്രണത്തോടെ നമ്മളത് ചെയ്തു പോകുമ്പോൾ ബാക്കിയുള്ള സഹായങ്ങളൊക്കെ നമ്മൾ തേടി വരികയും ചെയ്യും, നമ്മൾ വിജയിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒന്ന് തെറ്റായിട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഘടകം നമ്മൾ ശരിയാക്കിയിട്ടില്ല എന്നാണ്. സോ ആസൂത്രണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമസ്കാരം.